ഫ്രണ്ട്സ്, C3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇതെന്താ ഈ മിക്സിയുടെ ജാറൊക്കെ പിടിച്ച് നിൽക്കണേന്നല്ലേ? നമ്മൾ ഈ ഒരു മുന്തിരി കൊണ്ട് കിഡിലനായിട്ടുള്ള ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഇരിക്കുന്ന മുന്തിരിനെ ഓരോന്നായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഇടണം. ഇതുപോലെ ഓരോ മുന്തിരികളായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ മുന്തിരി ഇങ്ങനെ പിഴുതെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡായി കിട്ടും. ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ഈ മുന്തിരിയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. കണ്ടോ? നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്തത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് ജ്യൂസർ അരിപ്പയിൽ ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കാരണം ഈ മുന്തിരിയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കും. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ജ്യൂസ് ജസ്റ്റ് ഈ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കണം നമ്മുടെ ഈ ഒരു ചോക്കോബാർ സെറ്റ് കിട്ടില്ലേ, അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലൊരു 6 എണ്ണം ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് 6 ഇതിൻ്റെ ക്യൂബും നിറച്ചു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണത്. അവനാണ് ഇത്ര നേരം വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ അപാകതകളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ള് ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരമല്ല, ഒരു 2 hours എങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാലാണ് ശരിക്കും ഇത് നല്ലൊരു തണുപ്പിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇത് ഫുള്ളായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ഗ്രേപ്പിൻ്റെ ഐസ് ക്യൂബ്സ് ആണ് ഇത്. അങ്ങനെ നമ്മുടെ ഐസ് ക്യൂബ്സ് ഇവിടെ റെഡിയാണേ. അപ്പോൾ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്.